കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സദ്ഗുണപൂർണരാകുവീൻ. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സദ്ഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സദ്ഗുണപൂർണരാകുവിൻ. എന്തുവാ ഈ സദ്ഗുണം എന്ന് പറയുന്നത്? എല്ലാ ഗുണങ്ങളും കൊണ്ട് നിറഞ്ഞ അനുഭവത്തെയാണ് സദ്ഗുണം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭാഗം വായിച്ചു വരുന്ന സമയത്ത് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 43 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നൊരു ചിന്ത അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കും, നമ്മളെ കരുതുന്നവരെ നമ്മൾ കരുതും. എന്നാൽ നമ്മൾ സ്നേഹിക്കാത്തവരെ നമ്മൾ സ്നേഹിക്കും. ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ നമ്മുടെ ശത്രുവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ? അതൊരിക്കലും സാധ്യമല്ല. എന്താ ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത്? യേശു കർത്താവ് ഈ ഭാഗം പറയുമ്പോൾ 43-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പഴയ നിയമത്തിലെ ഒരു പ്രമാണം അനുസരിച്ച്, അല്ലെങ്കിൽ മോശയിക ന്യായ പ്രമാണം പഠിപ്പിക്കുന്നത് ശത്രുവിനെ പകയ്ക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക. എന്നാൽ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അല്ലേ? വളരെ അനുഗ്രഹീതമല്ലേ? വളരെ ചിന്തനീയമല്ലേ? എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റുന്നത്? പക്ഷേ പിതാവ് സദ്ഗുണപൂർണരാകുന്നത് പോലെ നാമും അങ്ങനെ ആയിത്തീരണമെങ്കിൽ യേശു ഈ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു തന്നെ ആകണം. പ്രീസർ എന്ന് പറഞ്ഞൊരർത്ഥം, നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണം, ശത്രുക്കൾക്ക് വേണ്ടി നമ്മൾ അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം. അടുത്ത് പറയുന്നു, സഹോദരന്മാരെ മാത്രമല്ല നമ്മൾ വന്ദനം ചെയ്യേണ്ടത്, നമ്മൾ ശത്രുക്കളാകട്ടെ ഇല്ലെങ്കിൽ നമ്മളോട് ഇന്നുവരെ വന്ദനം ചെയ്യാത്തവരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വന്ദനം ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പകയ്ക്കുക എന്നതിനൊരു വ്യത്യാസം യേശു കർത്താവ് വരുത്തിയിട്ട് ഇങ്ങനെ പറയുന്നു: ശത്രുവിനെ നിങ്ങൾ സ്നേഹിക്കണം, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. കൂട്ടുകാരനെ മാത്രമല്ല നിങ്ങൾ വന്ദനം ചെയ്യേണ്ടത്, മറ്റുള്ളവരെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? വന്ദനം ചെയ്യണം. പ്രീസല്ല, അങ്ങനെ ചെയ്യുന്നെങ്കിൽ മാത്രമേ സ്തോത്രം നമുക്കൊരു വ്യത്യസ്തത പുലർത്തുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ എന്ന് പറയുന്ന അനുഗ്രഹീതമായ ചിന്ത എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ. എന്താ അതിൻ്റെ അർത്ഥം? യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ച സമയത്ത് വിശുദ്ധന്മാർക്ക് വേണ്ടിയല്ല അവൻ ഈ ലോകത്തിലേക്ക് വന്നത്, മരിച്ചത്. പകരം പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ് യേശു ഉലകത്തിലേക്ക് വന്നതും. പാപികൾക്ക് വേണ്ടിയാണ് യേശു കർത്താവ് മരണത്തിന് കീഴടങ്ങുവാൻ തക്കവണ്ണം ഇടവന്നതും അല്ലേ? തിരുവചനം നമ്മൾ ശ്രദ്ധിച്ചേ. യേശു കർത്താവിനെ ഉപദ്രവിച്ച പടയാളികളോടുള്ള ബന്ധത്തിൽ യേശു പറഞ്ഞൊരു വാചകമുണ്ട്: സ്തോത്രം, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് നിങ്ങൾ ക്ഷമിക്കണമേ. ഇത് പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ നമ്മുടെ യേശു കർത്താവ് മാത്രമാണ്. ആ യേശുവിനെ ആരാധിക്കാൻ ദൈവം നമുക്ക് നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കെതിരെ ദോഷം ചെയ്താൽ, നമുക്കെതിരെ സ്തോത്രം ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചാൽ, നമ്മളെ തകർക്കാൻ നോക്കിയാൽ അവരോട് നമ്മൾ സ്തോത്രം ആ നിലവാരത്തിൽ തിരിച്ച് പ്രതികരിക്കരുത്. പകരം ദൈവം നമ്മൾ എന്താണ് പഠിപ്പിച്ചത്? ശത്രുവിനെ സ്നേഹിക്കുക, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മളെ പകയ്ക്കുന്നവരെ, നമ്മുടെ ഹൃദയം തുറന്നവരെ അനുഗ്രഹിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യാൻ ഒരുക്കപ്പെട്ടാൽ പിതാവിൻ്റെ അതേ സ്വഭാവ ഗുണം, ഇല്ലെങ്കിൽ കർത്താവിൻ്റെ അതേ സ്വഭാവ ഗുണം നമ്മളിലേക്ക് വ്യാപരിപ്പാനുണ്ട്. യേശു കർത്താവ് ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: ക്രിസ്തയേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ആ ഭാവം, ആ ഇമേജ് നമ്മളിലേക്ക് വരുവാൻ ദൈവം വരുത്തട്ടെ. അതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടി മറയ്ക്കും. ഈ സന്ദേശം ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടും. ദൈവം ഇടയാക്കണം. ആയിരങ്ങൾ ഇത് കേൾക്കുവാൻ സ്വർഗം ഇടവരുത്തിയാട്ടെ. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.